റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് നിനക്ക് പുറത്തു തരും, നീ പൊക്കോ. ഇല്ല നബിയെ, പിന്നെയും കരയാ. ഈ ചെറുപ്പക്കാരൻ പിന്നെയും വല്ലാതെ കിടന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് അല്ലാഹു പുറത്തു തരൂല, എനിക്ക് അല്ലാഹു പുറത്തു തരൂല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാ. എന്നെ പോലെ പാപം ചെയ്ത ഒരു മനുഷ്യനും ഈ ദുനിയാവിലുണ്ടാകില്ല. ഞാൻ അത്രയും വലിയ പാപിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്നു അതാ മണ്ണുവാരിയിട്ട് തലയിലിട്ട് കൊണ്ട് നിലവിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ ചെയ്ത പാപമെന്താ യാ റസൂലല്ലാഹ്? എന്റെ നാട്ടിലൊരു പെണ്ണു മരിച്ചു നബിയേ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവള് മരണപ്പെടുകയാണ്. അവളുടെ മയ്യത്ത് കഫൻ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഞാനും പടയാളം വെച്ച് പിരിഞ്ഞു പോയി. പാതിരാത്രി എല്ലാ ദിവസവും പോകുന്നത് പോലെ കബറിന്റെ ചാരച്ച് ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റി കബറിന്റെ അകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ കിടക്കുന്ന കഫൻ തുണി ഞാൻ അടിച്ചെടുത്തു നബിയേ. ഓരോ കഫൻ തുണികളും അവിടെ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ കബറിന്റെ മുകളിൽ കയറി മണ്ണിട്ട് മൂടിയിട്ടു. അതാ മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ യാ റസൂലല്ലാഹ്, ഖബറിന്റെ അകത്ത് നൂൽപന്തം പോലുമില്ലാതെ ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ നഗ്നയായി കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്കവളോട് മോഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് പോവുകയാ. പടച്ചവനെ പലകയെടുത്ത് മാറ്റി മണ്ണിട്ട് മാറി മണ്ണുകൾ മാറ്റിയിട്ട് ഖബറിന്റെ അകത്തിറങ്ങുകയാ. ഖബറിന്റെ അകത്ത് കിടക്കുന്ന നഗ്നയായി കിടക്കുന്ന മയ്യത്തിന് ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഉമർതങ്ങളെ ബോധം കെട്ട് വീണു, ഉമർതങ്ങളെ പിടന്ന് താഴെ വീണു. അല്ലാഹുവിന്റെ റസൂല് തളർന്നു പോയി, അല്ലാഹുവിന്റെ റസൂല് തളർന്നങ്ങ് വീണുപോയി. പ്രവാചകന്റെ കൈകാലുകളെ വിറയ്ക്കുകയാണ്, കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. എന്തൊരു പാവമല്ലോ, എന്തൊരു പാവമല്ലോ. മയ്യത്തിനെ ഖബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് ഫഹല്ലി മിനത് തൗബ, എനിക്കല്ല പുറത്തു തരുമോ, എനിക്കല്ല പുറത്തു തരുമോ? ചെറുപ്പക്കാരാ, ഇതുപോലെ പാപമൊന്നും നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. അല്ലല്ലോ പെങ്ങള്, ഇതുപോലെ വലിയ പാപമൊന്നും നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഖുൽയാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പാപം ചെയ്തവരോടല്ല പറയുകയാ, നബിയേ പറഞ്ഞു കൊടുക്ക് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ. എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ, എന്നോടും നേറ്റു പറയാ, എന്നോടൊന്ന് പശ്ചാത്തപിച്ച് മടങ്ങാറ് എന്നോട് പറയാ. പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. എത്ര വലിയ പാപം ചെയ്താലും പടച്ച റബ്ബ് പുറത്തു തരാൻ കഴിവുള്ളവരാ. അതുകൊണ്ട് പെങ്ങള് അല്ലാഹുവോട് പറയടേ, അല്ലാഹുവോട് പറയടേ, മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്തിട്ടേ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഏതുവരെ സമയമുണ്ടെന്നറിയോ? ഏതുവരെ സമയമുണ്ടെന്നറിയുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിറു. ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുന്ന സമയം വരെ, ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുന്ന സമയം വരെ നിനക്ക് തൗബ ചെയ്യാ സമയമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാളെ തൗബ ചെയ്യാ, നാളെ നന്നാകാ, നാളെ നന്നാകാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നേക്ക് മാറ്റിവെക്കുന്ന വാപ്പാ, മരണം എപ്പോഴാ വരുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. സമയം കിട്ടണമെന്നില്ലല്ലോ. തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഉറങ്ങുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ. ഉറങ്ങുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ എഴുതി വെക്കണം, 6 കാര്യങ്ങൾ ചെയ്യണം. ഇത് ചെയ്യാതെ ഉറങ്ങല്ലേ. അതിലെ ഒരു കാര്യം എന്തെന്നറിയോ? തൗബ ചെയ്യാതെ ഉറങ്ങല്ലേ. തൗബ ചെയ്യാതെ ഉറങ്ങരുത്. കാരണം എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. മരണം പ്രവചിക്കാൻ ഇന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെന്ന് പറയാ ഒരാൾക്കും കഴിയില്ലല്ലോ. അടയാളം പറയാനല്ലേ കഴിയൂ. മഹാനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ ഉണ്ടല്ലോ. ആ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനത്തെ ആയത്തെടുത്ത് നോക്കൂ. അല്ലാഹു പറയുകയാ, 5 രഹസ്യങ്ങളുണ്ട്, 5 കാര്യങ്ങളുണ്ട്. അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഈ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂക്കിനും അത് അറിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സൂറത്തുൽ ലുഖ്മാൻ, 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഈ ലോകത്ത് ഒരു നബിക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല ഈ 5 കാര്യം. 1, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഖുർആൻ ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത് ആർക്കാ പറയാൻ പറ്റുക? നമുക്കറിയാം, ഹദീസുകൾ എടുത്തു നോക്ക്. വെള്ളിയാഴ്ച ദിവസമാണ് ലോകം അവസാനിക്കുന്നത്. അടയാളം പറയാനേ പറ്റൂ. വെള്ളിയാഴ്ചയാണെന്നേ പറയാൻ പറ്റൂ. ഏതു വർഷം, ഏതു മാസം, എത്രാമത്തെ വെള്ളിയാഴ്ച, അത് അല്ലാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, വയുനസ്സിലുൽ ഗൈസ. എപ്പോഴാ മഴ പെയ്യുക? മഴ എപ്പോഴാ പെയ്യ? അത് അല്ലാഹുക്കേ അറിയൂ. പന്തലിട്ടിട്ട് വെറുതെ ഇരിക്കാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഴ എപ്പോഴാ പെയ്യ? അത് അല്ലാഹുക്കേ അറിയത്തുള്ളൂ. എപ്പോഴാണ് മഴ പെയ്യുന്നത്, പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനേ നോക്കികൾക്ക് അറിയത്തുള്ളൂ. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് കണ്ടിട്ടില്ലേ? ഇവിടുന്ന് കരുനാഗപ്പള്ളി വരെ പോയി നോക്കിക്കേ, ഓച്ചിറ വരെ പോയി നോക്കിക്കേ. പോകുന്നതിനിടയിൽ നമ്മുടെ റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കുന്നത് പോലെ മഴ അല്ല കൊടുക്കണേ. ഇങ്ങോട്ട് കൊണ്ട് അങ്ങോട്ടുണ്ട്. അങ്ങനെ എടാ, മഴ എപ്പോഴാ പെയ്യുന്നതെന്ന് പറയാൻ അല്ലാഹുക്കേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. 3, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ, കൈയുണ്ടോ കണ്ണുണ്ടോ കാലുണ്ടോ തലയുണ്ടോ, ആർക്കേ അറിയൂ? അല്ലാഹുക്കേ അറിയൂ. 3 മാസം കഴിഞ്ഞിട്ടല്ലേ, സ്കാൻ ചെയ്തിട്ടല്ലേ ഡോക്ടർക്ക് അറിയാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷമല്ലേ ഡോക്ടർ, അതിന് മുമ്പ് അറിയാൻ പറ്റത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു ശക്തിക്ക് പറ്റൂ ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാൻ? ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഒരു ജ്യോതിഷൻ, എന്താണ് ജ്യോതിഷം നോക്കുന്നതൊക്കെ എന്താ പറയാ? എന്താ പറയാ? കബഡി തിരക്കുന്ന ആൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം പറ. എടാ, നിനക്ക് നാളെ, സിറാജിന് നാളെ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ ഏതെങ്കിലും കബഡിക്ക് പറ്റുമോ? ഇപ്പൊ ഈ അടുത്ത് എവിടെയോ ഞാൻ കണ്ടു, ഇസ്ലാമിക ജ്യോതിശാലയിൽ. അല്ലാഹ് പറച്ചവനും കാലം പോയ പോക്കെ. നിന്റെ സമയം പറയാൻ ഈ ലോകത്ത് അല്ലാഹുക്കേ കഴിയത്തുള്ളൂ മോനെ. ഞാൻ പറഞ്ഞുതരാം, നിന്റെ സമയം വാ. എടാ, ഈ സമയം നോക്കിയുള്ള കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി നടക്കാൻ. പടച്ചവനെ, കൂടോത്ര ഉണ്ട്, മുട്ട കുഴിച്ചിട്ടു, തകിട് കുഴിച്ചിട്ടു, നിന്റെ തലയ്ക്കകത്ത് അത് കുഴിച്ചിട്ടു, ഇതും പറഞ്ഞുകൊണ്ട് നടക്കാം.
ഉസ്താദെ വീട്ടിലെന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ, ആകെ പ്രശ്നം ഉസ്താദ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ മുട്ടയും കുടിച്ചിട്ട് നടക്കത്തേ ഉള്ളൂ നിന്റെ ജീവിതം, അതങ്ങനെ തന്നെ പോകും. അള്ളാഹെ ഒന്നും ആർക്കും വിശ്വാസമില്ല. എടാ വമാ തദിരി നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഈ പൂജാരിമാരെയും ഇങ്ങനെയുള്ള ജ്യോതിഷൊക്കെ നോക്കുന്ന ആൾക്കാരെ കാണാൻ പോണ താത്താമാരൊക്കെ കേട്ടോ, 40 ദിവസം നിന്റെ ഇബാദത്തും നിന്റെ ദുആയിക്കും ഉത്തരമുണ്ടാകില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. കാണാൻ പോയാൽ മതി, സമയം നോക്കാൻ പോയിട്ടുണ്ടോ 40 ദിവസത്തേക്ക് നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളത്തെ കാര്യം അല്ലാഹുക്ക് അറിയും. 5 എപ്പ എവിടെ വെച്ച് മരിക്കും, ഞാൻ എപ്പ എവിടെ വെച്ച് മരിക്കൂ എന്ന് പറയാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ? എന്നാൽ അല്ലാഹു ആദരിച്ചവർ, അല്ലാഹു ബഹുമാനിച്ചവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അടയാളങ്ങളുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അടയാളമുണ്ട്. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് വളാഞ്ചേരിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. വലിയൊരു മഹാനായിരുന്നു, വലിയായിരുന്നു. മരിക്കുന്നതിന്റെ അന്ന് രാവിലെ തനിക്ക് കൊടുക്കാനുള്ള അവസാനത്തെ കോളേജിന്റെ കടവും സർവ്വതും എഴുതി വെച്ചിട്ടാ പോയ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പാറന്നൂർ ഉസ്താദ് എന്ന് പറയും, വയനാട് പോകുന്നവർക്കറിയാം. കൊടുവള്ളിയിൽ പാറന്നൂർ സമസ്തയുടെ മുൻ ട്രഷററായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മകൻ, ഇന്ന് CM മക്കാമിൽ അദ്ദേഹത്തിന്റെ മകനാണ് അവിടുത്തെ ഖതീബ്. അദ്ദേഹത്തിന്റെ സ്മരണിക വായിച്ചു നോക്കുമ്പോ അറിയാം. ഇവിടെ നിന്ന് പറയാ, ഒരു ദിവസം വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നു. ഇപ്പൊ ചോദിച്ചു, എന്താപ്പാ മക്കൾ ചോദിച്ചു, എന്തേ പാപ്പ കല്യാണം വല്ലതും ഉണ്ടോ, വീടൊക്കെ വൃത്തിയാക്കുന്നു? ചുമ്മാതി ചോദിച്ചു. നാളെ മനസ്സിലാകും. ഇപ്പൊ എന്തിനാ നമ്മളിപ്പോ സമസ്തയിലേക്ക് പോകണത്? എങ്ങോട്ട് പോട്ടെ. എന്റെ വൈഫിന്റെ പിതാവ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ സ്വന്തം വൈഫ് ഉസ്താദ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ഒരു 3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, ഞങ്ങളിങ്ങനെ വീട്ടില് ബ്രോസർ വലിയ ഇഷ്ടമാണ്. ഇപ്പം 2 കിഡ്നിയും പോയ ആളാ. ഇവിടുന്ന് ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റാണ് പറഞ്ഞു, ആരോ ഒരു സഹോദരൻ കിഡ്നി സംബന്ധമായ രോഗത്തിൽ വളരെ പ്രയാസത്തിൽ. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഭക്ഷണം ബ്രോസ്റ്റർ വേണം. അപ്പൊ പറഞ്ഞു, വയ്യ എനിക്ക് സുഖമില്ല. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് തിന്നു വാപ്പ. അങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മരണത്തിന്റെ അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇതുണ്ടോ, എല്ല് തൊലിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴൊന്നും മരിക്കത്തൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ചില വാക്കുകൾ, എന്റെ വാപ്പ കുത്തി നടക്കുന്ന ഒരു കമ്പ ഉപ്പായും കുത്തി നടന്നിരുന്നു. ഇത് 3-4 ദിവസം കഴിയുമ്പോൾ നീ എടുത്തോളാൻ പറഞ്ഞു. എന്റെ മോളെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാൽ അടുത്ത വക്കത്തിന് മുമ്പ് നീ ഉണ്ടെങ്കിൽ കബറടക്കിയേക്കണം. ഇപ്പോഴും പറയുമായിരുന്നു, കടുവാപ്പള്ളിക്ക് പോയിട്ട് കഫൻ തുണി വാങ്ങണം. കാരണം വീടിനവിടെയുള്ള കടകളിലുള്ള കഫൻ തുണിക്ക് നീളം കുറവാണ്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ബൈക്ക് എടുത്തിട്ട് എല്ലാ മക്കളുടെ വീട്ടിലും മോന്റെ കൂടെ വന്ന് കയറി ഇറങ്ങിപ്പോയി. പതിവില്ലാതെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരാം, ലോക്ക്ഡൌണിന്റെ സമയമാണ്. ഇപ്പൊ ചോദിച്ചു, എന്തിനാ? നീ പോയി എടുത്തിട്ട് വാ. നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു. സത്യം പറഞ്ഞ അന്ന് വഴക്ക. നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു, പോയി പഠിച്ചിട്ട് വരാൻ. എത്ര രൂപ വേണം? പോയി 10,000 രൂപ. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്തിനാ 10,000 രൂപ? പോയി എടുത്തിട്ട് വാ. അന്ന് ബാങ്കിൽ പോയി 10,000 രൂപ എടുത്തിട്ട് വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയതാണ്. അന്ന് 10,000 രൂപ എന്തിനാ എടുപ്പിച്ചതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ മയ്യത്തുമായി മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെലവഴിക്കാനായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. പതിവില്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇരിക്കാൻ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അല്ലാഹുവേ, പോയി കുളിച്ചു, ഒളുവെടുത്തു, തിരിച്ചു കയറി വന്ന വരക്കവ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ. സത്യം പറഞ്ഞാൽ ഞാൻ പത്തനാപുരത്ത് വൈഫുമായിട്ട് വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നി. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. ചുമ്മാ പറഞ്ഞു, മോനെ വാപ്പായ്ക്ക് വയ്യ, പെട്ടെന്ന് വരാൻ. ളുഹറിന് അസറിന്റെ തൊട്ടു മുമ്പ് മരിച്ചു. മഗ്രിബിന് ബാങ്ക് വിളിച്ചപ്പോൾ ഞാൻ മയ്യത്തെടുത്തു. കാരണം ആ പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു, അടുത്ത വക്കത്തിന് മുമ്പ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾക്ക് അവരുടെ മരണം അടുക്കുമ്പോൾ അറിയാം. സമയം അറിയില്ലെങ്കിലും അടയാളങ്ങൾ അറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ മരണം അറിയണമെങ്കിലും നിങ്ങളുടെ പലരുടെയും മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെയും മരണം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. കാരണം അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് അടയാളമുണ്ട്, ഇല്ല എന്നാരും പറയരുത്. മരണത്തിന് അടയാളമുണ്ട്. 3 അടയാളങ്ങളാ മുഫസ്സിരീങ്ങൾ പറയുന്നത്, പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര അടയാളം? ഒന്നാമത്തെ അടയാളം എന്താ? സിയാദ് കായ്ക്ക് സമയമായിട്ടുണ്ട്. നിങ്ങൾ ബിരിയാണി കടയില്ലേ,
നിങ്ങൾക്ക് സമയമായിട്ടുണ്ട്, പള്ളിയിലെ ഖതീബിന് സമയമായിട്ടുണ്ട്, എല്ലാവർക്കും ആയിട്ടുണ്ട്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങൾ ചിരിക്കയില്ലേ? നിങ്ങൾ ചിരിക്കുക. നീ നാളെ പോയിട്ട് കുഴി വെട്ടിയിട്ടോ, നിനക്കും പോകാൻ സമയമായിട്ടുണ്ട്. മരണം അടുത്തു എന്നതിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയൂ? ബയാദു ശൈരിക ബഅദ സവാദി. തലയിലും താടിയിലെയും മുടിയിലെ ഏതെങ്കിലും ഒരെണ്ണം നരച്ചിട്ടുണ്ടെങ്കിൽ, തലമുടിയും താടിയൊക്കെ നോക്കണം, മുടി നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ കഫൻ തുണി. പറ്റുമെങ്കിൽ നീ തന്നെ പോയി കുഴിച്ചോ, പള്ളിയിൽ ഒരു കുഴി നിന്നെ കുഴിച്ചിടാനുള്ളത്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എത്ര മുടി നരയ്ക്കണം? ഒരെണ്ണം. നീ തെരഞ്ഞു നോക്കണം കറുത്തത് എവിടെങ്കിലും ഉണ്ടോ. കാരണം സർവ്വതും നരച്ചു, സർവ്വതും നരച്ചു. 50-60 വയസ്സുള്ള വാപ്പ ക്ലീൻ ഷേവ. എന്തിനാ ഉപ്പ ഷേവ് ചെയ്തിരിക്കണേ? അത് നരച്ചതിട്ടുണ്ടൊക്കെ പെയിന്റ് അടിച്ചിട്ട് നടക്കല്ലേ പലരും. എന്തേ ഉപ്പ നീ ചിന്തിക്കാത്തത്? അടയാളം വന്നില്ലേ? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നിനക്കൊരു ജോലിയുണ്ട്. എന്താ ജോലി? ഞാൻ ചിരിക്കുന്നത് കണ്ടാ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം ഉമറെ മരിക്കൂ എന്ന് പറയാൻ. അത്രേ ഉള്ളൂ. ജോലിക്ക് നിർത്തി. ഞാൻ മരിക്കൂ എന്ന് പറയാൻ വേണ്ടി തന്നെ ജോലിക്ക് നിർത്തി. ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറയാ, എന്നാ നിനക്ക് തരാനുള്ള ശമ്പളമൊക്കെ ഇതാ, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിടണേ? അല്ല, നിന്റെ ജോലി മരണത്തെ ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇനി എനിക്ക് ഓർമ്മിപ്പിക്കാൻ ആള് വേണ്ട. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇതെന്നെ ഓർമ്മപ്പെടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ 17 മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നല്ലോ വഫാത്താകുമ്പോൾ. 17 മുടി. നമ്മൾ ചിന്തിക്ക്, നമ്മുടെ സർവ്വതും നരച്ചു വാപ്പ റളിയല്ലാഹു തആല അൻഹു. അത്രയും വലിയ സാധാരണ ആളൊന്നുമല്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത് ഉമറിനെ കുറിച്ച് പഠിക്കണമെന്നാണ്. ഉമർ റളിയല്ലാഹു. ഇന്ന് ഞാൻ പള്ളിയിൽ ജുമാ നിസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ പരിപാലന സമിതിക്കൊക്കെ പഠിക്കാൻ, പള്ളി പരിപാലിക്കുന്നവരൊക്കെ പഠിക്കണം. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്നവർ മുഴുവനും പഠിക്കേണ്ട ചരിത്രം ഉമർ തങ്ങളുടെ ചരിത്രമാണ്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുക, അങ്ങനെ തന്നെ പറയാം, അങ്ങനെ ചിന്തിക്ക്. കമ്മിറ്റി ഓഫീസിനകത്ത് ഉമർ തങ്ങൾ ഇരിക്കുമ്പോ ഒരാള് കടന്നു വന്നു, കുടുംബക്കാരനാ. ഒരാള് കടന്നു വന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നിരുന്നപ്പോ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചുകളഞ്ഞു ഉമർ തങ്ങൾ. താൻ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചു. അപ്പൊ ഈ വന്ന മനുഷ്യൻ ചോദിച്ചു, എന്തിനാ അപ്പൊ ഈ വിളക്കണച്ചേ? അപ്പൊ പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാ, ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാ, ഇത് പൊതുജനങ്ങളുടേതാണ്. നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ച ഈ എണ്ണയുടെ കണക്ക് ഞാൻ അള്ളാഹിനോട് പറയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കം പറന്ന കാക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഇത് പഠിക്കണ്ടേ? ഉമർ തങ്ങളുടെ മകൻ ഒരു ദിവസം വീട്ടിൽ കയറി വന്നപ്പോ എണ്ണ തേച്ചിരിക്കുന്ന തലയിൽ. ഉമർ തങ്ങളുടെ മകന്റെ തലയിൽ എണ്ണ കണ്ടപ്പോ വാപ്പ ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടിയടാ? ഇത് എവിടുന്ന് കിട്ടി? പാപ്പ ജനങ്ങൾക്ക് സെയ്ത്തെണ്ണ കൊടുത്തപ്പോ, റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കൂല്ലേ, അങ്ങനെ കരുത്. സെയ്ത്തെണ്ണ ജനങ്ങൾക്ക് കോരി കൊടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഇത്തിരി ആയി. അവസാനം ആ പാത്രത്തിലും കയ്യിൽ ഇത്തിരി ഉണ്ടായിരുന്നു. അത് തലയിൽ തുടച്ചതാ വാപ്പ. ആ കയ്യിലായ എണ്ണ ഞാൻ എന്റെ തലയിൽ തേച്ചതാ. ഉമർ തങ്ങൾ അങ്ങോട്ട് ദേഷ്യപ്പെടുക, അല്ലാഹുവേ, ബൈത്തുൽ മാലിന്റെ എണ്ണ നീ തേച്ചോ? അന്ന് വീട്ടിലേക്ക് എടുത്ത എണ്ണ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പകരം ഇത് കൊണ്ടുപോയി പാപങ്ങൾക്ക് കൊടുക്കാൻ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീടിനകത്ത് ഒരു ഉമ്മയും മകളും കൂടെ തല്ലുകൂടുകയാണ്. ഉമ്മ പറയുന്നു, പാലില് വെള്ളം ഒഴിക്കാൻ. അപ്പോ ഞാൻ ഒഴിക്കൂല, ഉമർ തങ്ങൾ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ഉമ്മ ചോദിച്ചു, ഉമർ ഇത് കാണുന്നില്ലല്ലോ, നമ്മുടെ വീടിനകത്ത് പാലിനകത്ത് വെള്ളം ഒഴിക്കണത് ഉമർ എങ്ങനെ അറിയാനാ? ഉമർ തങ്ങൾ വീടിന്റെ വെളിയിൽ നിന്ന് കേൾക്ക. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഉമർ എങ്ങനെ അറിയാനാ? ഉമർ കാണുന്നില്ലല്ലോ, നീ ഒഴിക്കാൻ. ഉമർ കണ്ടില്ലെങ്കിൽ അള്ള കാണുന്നുണ്ടല്ലോ, അള്ള കാണുന്നുണ്ടല്ലോ ഉമ്മ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിന്റെ മുമ്പിൽ നിന്ന് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്ന് എന്തിനെന്നറിയോ? ആ പെണ്ണിനെ പെണ്ണിയോദിക്കാനാ വന്നത്, എന്റെ പൊന്നുമോന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ വന്നിട്ട് പറയാ, എന്റെ മകനെ കെട്ടിച്ചേരുവെന്ന് കേൾക്കണം ആ പെണ്ണ്. കാരണം എന്ത്? ദീൻ, അള്ളാഹിനെ പേടി. 2 ദിവസം മുമ്പ് കാസർഗോഡ് ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി 125 പവനുമായിട്ട്. കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോ
കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി. ഒക്കെ പോണെങ്കിൽ നേരത്തെ പോയായിരുന്നു. കല്യാണത്തിന് മുമ്പ് പോയാൽ 125 പവൻ കിട്ടില്ലല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വളരെ ഐഡിയപരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹ് കരുണയുള്ളവനാ. പറഞ്ഞാൽ മതി, പുറത്തുവരും. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. പക്ഷെ എങ്ങനെ പറയണം, എങ്ങനാ തൗബ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ചെയ്യാറുണ്ട്, അള്ളാഹ് പുറത്ത്, അള്ളാഹ് പുറത്ത്, അള്ളാഹ് പുറത്ത്, അള്ളാഹ് പുറത്ത്, അള്ളാഹ് ഇതന്നെ നമ്മൾ പറയുന്നുണ്ട്. സത്യത്തിൽ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അതിന് നിലവിളിക്കൊന്നും വേണ്ട. ഒരു ചങ്ങാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ ഒരു ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് അല്ലാഹ് എന്റെ പാപം വിളിച്ചു കൂവല, പടച്ചോനെ 4 പേര് കേൾക്കണ്ടേ, വിളിച്ചു കൂവ. ഒരു സഹാബി എടുത്ത് പറഞ്ഞു, ആ ചങ്ങാതി എടുത്ത് പോയിട്ട് പറയാൻ, അവൻ വിളിക്കണ അള്ളാഹിക്ക് ചെവി കേൾക്കുമെന്ന് പോയി പറയാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിലവിളിയിലൊന്നും കാര്യമില്ല സഹോദര. നിലവിളിയോ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടു പോകലോ അല്ല, പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസോടെ. സുബ്ഹാനല്ലാഹ്, 11 മണി കഴിഞ്ഞു റബ്ബേ. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. എത്ര മണിയായി? നിങ്ങൾ എന്താ മിണ്ടാഞ്ഞ്? 11 മണിയായിട്ട് നിങ്ങൾ ആരും മിണ്ടിയില്ലല്ലോ. പടച്ചവനെ, അള്ളാഹു നമുക്ക് പുറത്തിരുമാറാകട്ടെ. ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, പറഞ്ഞ വാക്ക് പാലിക്കാത്തതിന്റെ പേരില. ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ. എനിക്ക് തല്ലുകൊല്ലാൻ വയ്യ അള്ളാഹ് അടുത്ത്. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. പറയണോ നിർത്തണോ? ഇത് പറഞ്ഞ് ഈ ഒരെണ്ണം പറഞ്ഞങ്ങ് നിർത്താം. ഒരു 15 മിനിറ്റ് ഇരിക്കുമോ? കൈപൊക്കി പഠിച്ച. ഇവിടെ പിരിവുണ്ടോ പ്രസിഡന്റ്? പിരിവുണ്ടോ? പിരിവുണ്ടോ? പേടിക്കണ്ട, ആരും എഴുന്നേറ്റ് പോകണ്ട. ഞാൻ പിരിക്കാനൊന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രസിഡന്റിന് വലിയൊരു ആഗ്രഹമുണ്ട്, ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിയണം ഈ സ്ഥലത്ത്. അൽഹംദുലില്ലാ. നിങ്ങളോട് പൈസ വെച്ചാൽ എനിക്ക് സങ്കടം തോന്നും. കാരണം ഓരോ മനുഷ്യന്റെ വീട്ടിൽ, ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന പായിപ്പാട് പള്ളിയാണ്, ആ പള്ളിയുടെ പിരിവിന് വേണ്ടി പോകുമ്പോൾ ഓരോ പണക്കാരന്മാർ പറയുന്ന സങ്കടം കേൾക്കുമ്പോൾ പാവ അങ്ങോട്ട് 500 കൊടുക്കാനാണ് തോന്നണേ. ഓന്റെ വീടിന്റെ മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന കാറ്, കുറച്ചൊരു എത്ര വണ്ടിയെന്നറിയോ, കോടികളുടെ വീട് വെച്ചിട്ടുണ്ട്. ഓൻ ഇങ്ങനെ പറയാ, കച്ചവടമില്ല, കൊറോണയാണ്, ആകെ പ്രയാസമാണ്, പടച്ചവനെ പാവപ്പെട്ടവന്റെ വീടിന്റെ അലമാരിക്കകത്ത് 10 ലക്ഷം ഇരിപ്പുണ്ട്. അവനാ പറയണ, ഒന്നുമില്ല ഉസ്താദെ, ഒന്നുമില്ല ഉസ്താദെ, നിന്നെ അള്ളാഹ് ഒന്നും ഇല്ലാതാക്കി കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട്, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് എന്താ അപ്പൊ എനിക്ക് ഇത്തിരി ഗ്ലാമർ കൂടിയോ സൗന്ദര്യം കൂടിയോ എന്ന് നമ്മൾ പോലും പറയരുതെന്ന. നമ്മുടെ മുഖം നോക്കിയിട്ട് നമ്മൾ പോലും അങ്ങനെ പറയരുതെന്ന. കാരണം നിന്റെ നാവും നിന്റെ കണ്ണിന്റെയും വില എന്താന്ന് ആർക്കറിയാനാ? ചില ആൾക്കാര് വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊല ഇങ്ങനെ കൊലച്ചു നിൽക്കുക. എന്തൊരു കൊലയാ അല്ലാഹ് ഇത്. പറഞ്ഞത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് ഒരു സഹാബി ഇട്ടിരുന്ന വസ്ത്രം ഇങ്ങനെ ഊരിയപ്പോ ഒരു സഹാബി പറഞ്ഞു, എന്തൊരു ആരോഗ്യ അല്ലാഹ്, നല്ല ബോഡിയാന്ന് പറയില്ലേ, എന്താ ബോഡിയാ അല്ലാഹ്. ചക്ക വെട്ടിയിട്ടതുപോലെ ഈ സഹാബി താഴെ വീണു. ഇങ്ങനെന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ തന്നെ താഴെ വീണു. അവസാനം പൊക്കിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകൻ ഒതുവെടുത്ത വെള്ളം അങ്ങോട്ട് കുടഞ്ഞപ്പോ ഈ ചങ്ങാതിക്ക് ബോധം വന്നു. അപ്പോഴാ പറഞ്ഞേ, അൽ ഐനു ഹഖുൻ, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പടച്ചവനെ വല്ലാത്ത അനുഭവമാണ് എനിക്കറിയുന്നത്. ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോ, ഞാൻ വേറൊരാളുടെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ എന്റെ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ ഉസ്താദ് ഏത് വണ്ടി എടുത്താലും ആരെങ്കിലും കൊണ്ടിരിക്കുമെന്ന്. ഞാനിങ്ങനെ വരുമ്പോ എന്റെ ജീവിതത്തില് വണ്ടി ഓടിച്ച് വരുമ്പോ, കാരണം അന്ന് എവിടെയോ അത്യാവശ്യമായിട്ട് എത്തണം. അപ്പൊ അങ്ങ് കാസർഗോഡ് നിന്ന് വരിക. അപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഈ ഉസ്താദ് എന്ന് വണ്ടി എടുത്താൽ ആ വേറൊരു ഉസ്താദിന്റെ വണ്ടിയെ ഓടിക്കണം. ആ ഉസ്താദിന്റെ വണ്ടി ആദ്യം എടുത്തോണ്ട് പോകുമ്പോ ആരെങ്കിലും കൊണ്ടിരിക്കും. അതുകൊണ്ടൊന്ന് പതുക്കെ പോണ ഉസ്താദ് സൂക്ഷിക്കണേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഒരു വീടിന്റെ മതില് മറിച്ചളഞ്ഞു. എത്ര ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അത് എങ്ങനെ ഇടിച്ചത്. പിന്നെ പാതിരാത്രി ആയതുകൊണ്ട് എല്ലാവരും കൂടെ വണ്ടി പൊക്കി ബിസ്മില്ലാ പോയി. അത് പോട്ടെ. അന്ന് ഞാൻ പറഞ്ഞു, ഈ ചെറുപ്പക്കാരന്റെ നാവ് സൂക്ഷിക്കണമെന്ന്. അവനൊരു പുതിയ കട തുടങ്ങിയിട്ട് കടയ്ക്കകത്ത് ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു, എന്തോ ഇതെങ്ങാനും താഴെ വീണ് പൊട്ടിയ ഭയങ്കര നഷ്ടമാണെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് താഴെ വീണ് പൊട്ടി. ആ ചങ്ങാതി അപ്പോഴെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. ചിലര്, ഞാൻ അവനെ കുറ്റം പറഞ്ഞല്ല, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ, ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കണ്ണീർ സൂക്ഷിക്കണമെന്ന്.
നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, ഞാൻ ഒരിക്കൽ രാവിലെ സുബഹിക്ക് ഉസ്താദിന്റെ അടുക്ക പോയി. അപ്പോൾ ഒരു ഉസ്താദ് തന്റെ മകനുമായിട്ട് അടുത്തു വന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദെ, ദുആ ചെയ്യ്. പാപ്പയാ പറയണേ, ഉസ്താദ് ഇവന് ഭയങ്കര കുരുത്തക്കേടാണ്, ഒന്ന് ദുആ ചെയ്യ് ഉസ്താദെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്. വാപ്പ തന്റെ നാവ് കൊണ്ട് ഇവൻ കുരുത്തം കെട്ടവനായി, ഇവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനായി എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ അങ്ങനെ പറയുമ്പോ അള്ളാന്റെ മലക്ക് ആമീൻ പറഞ്ഞ അവൻ അങ്ങനെ ആയിപ്പോവും. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മള് പറയണത്, നമ്മള് മോനെ വിളിക്കണേ എടാ ശൈത്താനേന്നാ, നമ്മളെ ശൈത്താനേന്ന് വിളിക്കണേ. നിങ്ങൾ ചിന്തിക്ക് സഹോദര, ഞാൻ പറഞ്ഞത് കയ്യിൽ വെച്ചിട്ട് ഇല്ല 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 എന്ന് പറയുമ്പോ ആ മലക്കെങ്ങാണ് ആമീൻ പറഞ്ഞാൽ ഇല്ലാതായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.